Hello friends, here I am with the JEE Advanced 2022 question papers. We are going to solve Physics paper 1. ഈ വീഡിയോയിൽ നമ്മൾ സെക്ഷൻ 3 ആണ് ചെയ്യുന്നത്. സെക്ഷൻ 1ന്റെയും 2ന്റെയും ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. നമുക്ക് ഇതിന്റെ മാർക്കിംഗ് സ്കീം ഒന്ന് നോക്കാം. ഈ സെക്ഷനിൽ 4 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ബേസിക്കലി ഇതൊരു മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടും. നിങ്ങൾ റോങ് ആയിട്ടാണ് മാച്ച് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ 1 മാർക്ക് പോകും. എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് മാർക്കുണ്ട്. -1 ആണ് ഓരോ ക്വസ്റ്റ്യൻ്റെയും നെഗറ്റീവ് മാർക്ക്. അപ്പോൾ ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇത് 15th ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. A small circular loop of area A and resistance R is fixed on horizontal XY plane with the center of the loop always on the axis N of the long solenoid. ക്വസ്റ്റ്യനിൽ പറയുന്നത് ഒരു ലൂപ്പിനെ കുറിച്ചാണ്. ഒരു സ്മോൾ ലൂപ്പ്. അതിൻ്റെ ഏരിയ വെക്റ്റർ ഇസഡ് ഡയറക്ഷനിലാണ്. അത് വെച്ചിട്ടുള്ളത് ഒരു ആക്സിസിലാണ്. ആരുടെ ആക്സിസിലാണ്? ഒരു സോളിനോയിഡിൻ്റെ ആക്സിസിലാണ് എപ്പോഴും അതിൻ്റെ സെൻറ്റർ ഉള്ളത്. ആക്സിസിനെ കാണിക്കുന്ന വെക്റ്റർ എൻ ആണെന്നും ഇവിടെ പറയുന്നു. ദ സോളിനോയിഡ് ഹാസ് m ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആൻഡ് ക്യാരീസ് എ കറണ്ട് I കൗണ്ടർ ക്ലോക്ക് വൈസ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ഇതിൽ m ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ഉണ്ട്. കറണ്ട് ഈസ് ക്യാരിഡ് ഇൻ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ സച്ച് ദാറ്റ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് എലോങ് n. The magnetic field due to the solenoid is in n direction. സോളിനോയിഡ് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് n ഡയറക്ഷനിലാണെന്ന് പറയുന്നു. ലിസ്റ്റ് 1 ഗീവ്സ് ടൈം ഡിപ്പെൻഡൻസ് ഓഫ് n. ഈ n ഉണ്ടല്ലോ, n ഫിക്സഡ് അല്ല. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഈ സോളിനോയിഡിന് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ n ടൈമിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ആ ടൈം ഡിപ്പെൻഡൻസ് ഓഫ് n ആണ് ഓരോ ഓപ്ഷനിലും ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി എന്താണ് കോൺസ്റ്റന്റ് ആംഗുലാർ വെലോസിറ്റി ഒമേഗ എന്ന് പറയുന്നത് ആംഗുലാർ വെലോസിറ്റി ഓഫ് റൊട്ടേഷൻ ഓഫ് സോളിനോയിഡ് ആണ്, വിച്ച് ഈസ് കോൺസ്റ്റന്റ്. ലിസ്റ്റ് 2 ഗീവ്സ് ടോർക്ക് എക്സ്പീരിയൻസ്ഡ് ബൈ ദ സർക്കുലാർ ലൂപ്പ്. ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന ലൂപ്പ് ഉണ്ടല്ലോ, അതിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോർക്കാണ് ഈ ലിസ്റ്റ് 2വിൽ കൊടുത്തിട്ടുള്ളത്. എങ്ങനെയാണ് ഇതിന് ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഈ കോയിലുണ്ടല്ലോ, ഈ സോളിനോയിഡ് ന്റെ ഓറിയന്റേഷൻ വേരി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ കോയിൽ, ഇതിൻ്റെ ഉള്ളിലെ കോയിലുമായിട്ട് ലിങ്ക് ചെയ്ത് നിൽക്കുന്ന ഫ്ലക്സ് വേരി ചെയ്യും. അതുകൊണ്ട് ഈ കോയിൽ ഇൻഡ്യൂസ്ഡ് DMF ഉണ്ടാവും. ഇൻഡ്യൂസ്ഡ് DMF ഉണ്ടെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറണ്ടും ഉണ്ടാവും. ഈ കോയിലിൽ ഒരു ടൈം ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഈ കോയിലിന് മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ടാവും. I ടൈംസ് ഇൻഡ്യൂസ്ഡ് കറണ്ട് ടൈംസ് ഏരിയ ഓഫ് ദ കോയിൽ ചെയ്യുകയാണെങ്കിൽ മാഗ്നറ്റിക് മൊമെന്റ് കിട്ടും. അപ്പം 2 വെക്ടേഴ്സ് നമുക്ക് കിട്ടി. നോക്കി, magnetic moment of the coil is in the direction of its area vector, let it be m, and magnetic field produced by the solenoid is in n direction, m, therefore b. ഇതിൻ്റെ ഇടയിലുള്ള ആംഗിൾ ഉണ്ടല്ലോ, ലെറ്റ് ഇറ്റ് ബി തീറ്റ ആണെന്ന് വിചാരിക്കുക. തീറ്റയാണെങ്കിൽ ഇതിലെ ടോർക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം. എങ്ങനെയാണ് ടോർക്ക് കണ്ടുപിടിക്കുന്നത്? m മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് ദ കോയിൽ ക്രോസ് b ആണെന്ന് നമുക്കറിയാം. Torque on a current carrying coil in external magnetic field is m cross b. അങ്ങനെ നമുക്ക് m കണ്ടുപിടിക്കണം. ആരുടെ m? ഈ കോയിലിൻ്റെ, ഈ ചെറിയ കോയിലിൻ്റെ മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കണം. അതിനെന്ത് ചെയ്യണം? ഇൻഡ്യൂസ്ഡ് കറണ്ട് കണ്ടുപിടിക്കണം, ഏരിയ വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ m കണ്ടുപിടിക്കാം. b കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എന്താണ്? μ0 ni എന്നാണ് നമ്മൾ പഠിച്ചത്. n ഈസ് ദ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. ഇവിടെ n എന്നല്ല m എന്നാണ് കേട്ടുള്ളത്. അപ്പോൾ n പകരം m കൊടുക്കണം. എന്നിട്ട് ഏത് ഡയറക്ഷനിലായി b എന്ന് നമുക്കറിയാമല്ലോ, n ഡയറക്ഷനാണ്. അതുകൊണ്ട് n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ ഓരോ ഓപ്ഷൻസും നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? സെപ്പറേറ്റ് ചെയ്യാൻ പോകുന്നു. ഓക്കെ, ഇതൊരു ലെങ്തി ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് മെല്ലെ മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോവാം. ആദ്യമേ തന്നെ ഈ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ സോളിനോയിഡ് നമുക്ക് കണ്ടുപിടിക്കാം. ബി വളരെ സിമ്പിളാണ് അല്ലേ? ബി എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ലെറ്റ് മീ റൈറ്റ്. ബി ഈസ് ഈക്വൽ ടു μ0 ni എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷേ നമ്മൾ μ0 mi എന്ന് എഴുതണം. I ഇസ് ദ കറണ്ട് ത്രൂ ദ സോളിനോയിഡ്. അത് ഏത് ഡയറക്ഷനിലാണ്? n ഡയറക്ഷനിലാണ്. അപ്പോൾ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. യു ഷുഡ് ഗീവ് എ ഡയറക്ഷൻ ടു ഇറ്റ്. n എന്ന് പറയുന്ന ഈ സാധനമാണ്. ദിസ് ഈസ് നത്തിങ് ബട്ട് n. ക്വസ്റ്റനിൽ പറയുന്നുണ്ട് ഇത് n ആണെന്ന് പറയുന്നുണ്ട്. ഇപ്പം n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ സംഭവം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നാണ് അർത്ഥം. അപ്പോൾ √2 വാട്ട് സൈൻ ഒമേഗ ടി ജെ then plus cos what
ഒമേഗ ടി കെ. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ കറണ്ട് ക്യാരിങ് സോളിനോയിഡ് കിട്ടി. ഇനിയും നമുക്ക് ഇതിൻ്റെ ഏരിയ വെക്ടർ ഒന്ന് എഴുതാം. ഏതിൻ്റെ ഏരിയ വെക്ടറാണെന്ന് മനസ്സിലായോ? ഈ കോയിലുണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിലുള്ള കോയിൽ, അതിൻ്റെ ഏരിയ വെക്ടർ ഫോമിൽ ഒന്ന് എഴുതാം. എന്തിനാണെന്ന് ജസ്റ്റ് അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തിനാണ് ഈ ഏരിയ വെക്ടർ എഴുതുന്നതെന്ന്. എ എന്ന് പറഞ്ഞാൽ എൻ്റെ മാഗ്നിറ്റ്യൂഡാണ്, കെ അതിൻ്റെ ഡയറക്ഷനാണ്. എ കെ ഇത് രണ്ടും ഉണ്ടെങ്കിൽ, ഏരിയ വെക്ടറും ബിയും ഉണ്ടെങ്കിൽ ഫ്ലക്സ് നമുക്ക് കണ്ടുപിടിക്കാം. ഫ്ലക്സ് ത്രൂ ദ കോയിൽ നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയാണ് ഫ്ലക്സ് കണ്ടുപിടിക്കുന്നത്? ദാറ്റ് ഈസ് സോ സിമ്പിൾ. ഹൗ വിൽ യു ഫൈൻഡ് ഫ്ലക്സ്? ഫ്ലക്സ് ഈസ് ഈക്വൽ ടു ഫ്ലക്സ് ഈസ് ഈക്വൽ ടു ബി ഡോട്ട് എ ചെയ്താൽ മതി. ബി ഡോട്ട് എ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക എന്ന അർത്ഥം. അപ്പോൾ കെ ഡോട്ട് ജെ എന്തായി പോവും? കെ ഡോട്ട് ജെ 0 ആയി പോവും. കെ ഡോട്ട് ജെ 0 ആയി പോവും. കെ ഡോട്ട് കെ മാത്രമേ സർവൈവ് ചെയ്യുള്ളൂ. ആദ്യമേ തന്നെ മാഗ്നിറ്റ്യൂഡുകൾ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. വാട്ട് ഈസ് ദാറ്റ്? μ0 NIA ഡിവൈഡഡ് ബൈ √2. ഞാൻ പറഞ്ഞല്ലോ കെ ഡോട്ട് കെ 1 ആണ്, കെ ഡോട്ട് ജെ 0 ആണ്. അതുകൊണ്ട് കോസ് ഒമേഗ ടി മാത്രമേ സർവൈവ് ചെയ്യുള്ളൂ. ഫ്ലക്സ് കണ്ടുപിടിച്ചാൽ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് കണ്ടുപിടിക്കാൻ പറ്റും. ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇൻ ദ കോയിൽ. ഏത് കോയിൽ? ഈ സോളിനോയിഡിൻ്റെ കാര്യമല്ല പറയുന്നത്, ഇതിൻ്റെ ഉള്ളിലെ കോയിലിലെ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. ഹൗ വിൽ യു ഫൈൻഡ്? -dφ/dt. മൈനസ് എഴുതി, μ0 NIA ഒമേഗ പുറത്തേക്ക് വന്നു, √2 താഴെയുള്ള അതുപോലെ എഴുതി. പിന്നെ കോസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈനാണ്. അപ്പോൾ ഈ മൈനസ് എന്നുള്ളത് പ്ലസ് ആവും. സൈൻ ഒമേഗ ടി. ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് കിട്ടിയല്ലോ. ഇനി ഇതിൻ്റെ ഉള്ളിലെ ഇൻഡ്യൂസ്ഡ് കറണ്ട് കണ്ടുപിടിക്കുക. ആ കോയിലിലെ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഐ, സ്മോൾ ലെറ്റർ ഐ എന്ന് എഴുതാം. ഈ ഐ എന്ന് പറയുന്നത് എന്താ? ഇൻഡ്യൂസ്ഡ് കറണ്ട്. അത് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ഇവിടെ 2 കറണ്ട് ഉണ്ട്. ഏതൊക്കെയാ? ഒരു കറണ്ട് ഈ സോളിനോയിഡിൻ്റെ ഉള്ളിലെ കറണ്ടും ഈ കോയിലിലെ കറണ്ട് ഇൻഡ്യൂസ്ഡ് കറണ്ട് സ്മോൾ ലെറ്റർ ഐ എന്ന് ഞാൻ എഴുതി. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു, ബൈ ഡെഫിനിഷൻ ഇറ്റ് ഈസ് ഈക്വൽ ടു E/R ഇല്ലേ? കറണ്ട് ഈസ് ഈക്വൽ ടു E/R. അപ്പോൾ ഈ സാധനത്തിനെ R കൊണ്ട്, റെസിസ്റ്റൻസ് ഓഫ് ദ കോയിൽ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് സോ സിമ്പിൾ. μ0 NI അല്ല കേട്ടോ, MI ആണ് എഴുതേണ്ടത്. ഞാൻ അറിയാണ്ട് NI എന്ന് എഴുതിപ്പോയി. ലെറ്റ് മീ കറക്റ്റ് ഇറ്റ്. μ0 MI then what? A ഒമേഗ ഡിവൈഡഡ് ബൈ √2R സൈൻ what? ഒമേഗ ടി. എന്തിനാണ് ഞാൻ ഈ ഐ കണ്ടുപിടിച്ചതെന്നറിയാവോ? ഈ കോയിലിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ് എനിക്ക് കണ്ടുപിടിക്കണം. ഹൗ വിൽ ഐ ഫൈൻഡ് മാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് ദ കോയിൽ? ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മാഗ്നറ്റിക് മൊമെൻറ്റ്. That is by definition, see, magnetic moment of the coil is equal to IA ആണ് ഇല്ലേ? IA എന്ന് പറഞ്ഞാൽ ഈ IAനെ, ഇതാണ് I. ഓക്കെ, ഈ A കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം A എന്നുള്ളത് ഇവിടെ ഒരു A ഓൾറെഡി ഉണ്ട്. A² പിന്നെ ഒരു K ഇവിടെ അവിടെ വരും. ഓക്കെ, ലെറ്റ് മീ റൈറ്റ് ദാറ്റ്. μ0 MIA² ഒമേഗ ഡിവൈഡഡ് ബൈ √2R അതെഴുതി. പിന്നെ സൈൻ ഒമേഗ ടി കെ, എയുടെ ഒപ്പമുള്ള ഒരു കെ ഉണ്ടല്ലോ, എയുടെ ഒപ്പമുള്ള ഒരു കെ. ഇതാണ് മാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് ദ കോയിൽ. അപ്പോൾ ഇനി നമുക്ക് ടോർക്ക് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഈ M×B ചെയ്താൽ മതി. നമ്മുടെ കയ്യിൽ എമ്മും ഉണ്ട് ബിയും ഉണ്ട് അല്ലേ? ഞാൻ രണ്ടും ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം. ബി എന്ന് പറയുന്ന സാധനം ഇത്, എം എന്ന് പറയുന്ന സാധനം ഇതാ. ഇത് രണ്ടും കൂടെ ക്രോസ് പ്രോഡക്റ്റ് എടുക്കണം. അപ്പോൾ അത് അടുത്ത പേജിൽ നമുക്ക് ചെയ്യാം. ഞാൻ ആദ്യമേ തന്നെ എമ്മും ബിയും അടുത്ത പേജിലേക്ക് മാറ്റി എഴുതുന്നു, കോപ്പി ചെയ്ത് എഴുതുന്നു. ഓക്കെ, ഇതാ ഈ എമ്മും ബിയും ഞാനിവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. എമ്മും ഉണ്ട് ബിയും ഉണ്ട്. കഴിഞ്ഞ പേജിൽ നിന്ന് ഞാൻ കോപ്പി ചെയ്തതാണ്. ഇനി ചെയ്യണം? എനിക്ക് ടോർക്കാണ് കണ്ടുപിടിക്കേണ്ടത്. ടോർക്ക് കണ്ടുപിടിക്കണേ സിംപിളി ഐ ഷുഡ് ടേക്ക് M×B. ആദ്യമേ തന്നെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡുകൾ എഴുതാൻ നമുക്ക്. ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതായിട്ട് ആലോചിച്ച് നോക്കി. ജസ്റ്റ് തിങ്ക് ഓഫ് ദാറ്റ് വേ. അപ്പോൾ μ0² M² I² A² ഒമേഗ ഡിവൈഡഡ് ബൈ √2 × √2 2I, പിന്നെ ഒരു R ഉണ്ട്. ഇനി ക്രോസ് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നോക്കി, K × K 0 ആയി പോകും എന്ന് പറഞ്ഞാൽ ഈ ടേമുമായിട്ടുള്ള ക്രോസ് പ്രോഡക്റ്റ് 0 ആയി പോകും. പിന്നെ സൈൻ ഒമേഗ ടി × സൈൻ ഒമേഗ ടി, sin² ഒമേഗ ടി. ലുക്ക്, sin² ഒമേഗ ടി
Then k cross j. Think, what is k cross j? That is minus I. ആ മൈനസ് ഞാൻ ഇവിടെ ഇട്ടു, ഐ ഇവിടെ ഇട്ടു, മൈനസ് ഐ. ഇനിയും ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഈ ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, ഈ പർട്ടിക്കുലർ ക്വാണ്ടിറ്റി, ലുക്ക് അറ്റ് ദിസ് ക്വാണ്ടിറ്റി. ഈ പർട്ടിക്കുലർ ക്വാണ്ടിറ്റി ആൽഫയാണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. സി, ലുക്ക് ഹിയർ. ക്വസ്റ്റ്യനിൽ പറയുന്ന സാധനം നോക്കൂ, ആൽഫ ഈസ് ഈക്വൽ ടു ദാറ്റ് പർട്ടിക്കുലർ ക്വാണ്ടിറ്റി. അതുകൊണ്ട് ഈ ക്വാണ്ടിറ്റിക്ക് പകരം ഞാൻ ആൽഫ എഴുതുകയാണ്, ഈ മൈനസ് വിട്ട് കളയരുത്. ദെയർഫോർ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ആൽഫ. ഇനി ടി എന്ന് പറയുന്നത് പൈ ഡിവൈഡ് ബൈ 6 ഒമേഗയാണെന്ന് പറയുന്നുണ്ട്. ടിക്ക് പൈ ബൈ 6 ഒമേഗ കൊടുക്കുകയാണെങ്കിൽ ഇത് സൈൻ സ്ക്വയർ പൈ ബൈ 6 എന്ന് വന്നു. സൈൻ സ്ക്വയർ പൈ ബൈ 6. സൈൻ പൈ ബൈ 6 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. അതുകൊണ്ട് സൈൻ സ്ക്വയർ പൈ ബൈ 6 എന്ന് പറഞ്ഞാൽ 1/4 ആണ്. Therefore the torque, what did you get? Minus alpha divided by 4. ഡയറക്ഷൻ കളയരുത്, ഐ ഡയറക്ഷൻ. അപ്പം ഈ ക്വസ്റ്റ്യൻ്റെ അല്ലെങ്കിൽ ഈ പാർട്ടിൻ്റെ കറക്റ്റ് ഓപ്ഷൻ മൈനസ് ആൽഫ ബൈ 4 ആണ്. മൈനസ് ആൽഫ ബൈ 4 ഐ. ലാസ്റ്റ് നമുക്ക് ഓരോ ഓപ്ഷൻസും ചെക്ക് ചെയ്യാം. ഇനിയും രണ്ടാമത്തെ പാർട്ട് നോക്കിയേ. രണ്ടാമത്തേത് പറഞ്ഞിട്ടുള്ളത് എന്നിൻ്റെ ഓറിയൻറ്റേഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്. നോക്കൂ, എൻ എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലായോ? ഈ എൻ ഇതിൻ്റെ ആക്സിസ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡുള്ള ഡയറക്ഷൻ. അപ്പോൾ ഇവിടെയും ഞാൻ എന്ത് ചെയ്യുന്നു? മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. മാഗ്നറ്റിക് ഫീൽഡ് ബി കണ്ടുപിടിക്കുന്നു. ഹൗ വിൽ ഐ ഫൈൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ബി? ലെറ്റ് മീ റൈറ്റ് ഹിയർ. മാഗ്നറ്റിക് ഫീൽഡ് ബി ഈസ് ഈക്വൽ ടു μ0 mi, പിന്നെ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എൻ. ഈ എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഡയറക്ഷൻ കൊടുക്കണം അല്ലേ? എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് √2 ഇവിടെ വരും. പിന്നെ സൈൻ, നോക്കൂ, സൈൻ ഒമേഗ ടി ഐ പ്ലസ് കോസ് ഒമേഗ ടി വാട്ട് ജെ. ബി എഴുതി. ഇനി എന്ത് ചെയ്യണം? ഈ കോയിലുണ്ടല്ലോ, ഈ കോയിലിൻ്റെ ഏരിയ വെക്ടർ എഴുതൂ. ഏരിയ വെക്ടർ ഓഫ് ദ കോയിൽ, ഇന്നർ കോയിൽ, ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള കോയിലിൻ്റെ ഏരിയ വെക്ടർ നമുക്ക് എഴുതാം. ഏരിയ വെക്ടർ ഈസ് ഈക്വൽ ടു എ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, കെ അതിൻ്റെ ഡയറക്ഷൻ. ഇനി ഈ കോയിൽ കൂടെയുള്ള ഫ്ലക്സ് നമുക്ക് എഴുതാം. ഫ്ലക്സ് ത്രൂ ദ കോയിൽ. ഹൗ വിൽ യു ഡു ദാറ്റ്? ബി ഡോട്ട് എ. ഇതെല്ലാം ഒരേ മെത്തേഡിലാണ് ചെയ്യുന്നത്. ഇവിടെ ഇൻട്രസ്റ്റിംഗ്ലി നോക്കി, കെ ഡോട്ട് ഐ 0 ആയി പോകും. കാരണം കെയും ഐയും മ്യൂച്വലി പെർപെൻഡിക്കുലറാണ്. അതുപോലെ കെ ഡോട്ട് ജെയും 0 ആയി പോകും. അപ്പോൾ ഈ സംഭവം നത്തിങ് ബട്ട് 0. ഫ്ലക്സ് 0 എന്ന് കിട്ടി. ഫ്ലക്സ് 0 ആണെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMF എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ? ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. അതുപോലെ മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് ദ കോയിൽ 0 ആയിരിക്കും, നൾ വെക്ടർ ആയിരിക്കും. മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ടാവില്ല ഈ കോയിലിന്. മാഗ്നറ്റിക് മൊമെന്റ് ഇല്ലാത്ത ഒരു കോയിൽ എന്ന് പറഞ്ഞാൽ അതിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല. കറണ്ട് ഫ്ലോ ചെയ്യാത്ത ഒരു കോയിൽ വെക്കുകയാണെങ്കിൽ ടോർക്ക് 0 ആയിരിക്കും. Therefore torque is equal to m cross b ആണ് ടോർക്കിൻ്റെ ഫോർമുല. തിങ്ക് അബൌട്ട് ദാറ്റ്. m cross b എന്തായി പോകും? ഇറ്റ് വിൽ ബി 0. അപ്പം ഈ സെക്കൻഡ് പാർട്ടിൽ നിങ്ങളുടെ റൈറ്റ് ഓപ്ഷൻ 0 ആണ്. ഇനി മൂന്നാമത്തേത് നോക്കാം നമുക്ക്. മൂന്നാമത്തെ പാർട്ട് എന്താണ്? ഇതാ നോർമൽ വെക്ടർ ഓഫ് ദ സോളിനോയിഡ് തന്നിട്ടുണ്ട്. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ തന്നെ ഫീൽഡ് ആദ്യമേ കണ്ടുപിടിക്കുക. ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ സോളിനോയിഡ്. ലെറ്റ് മീ ഫൈൻഡ് ഫീൽഡ് ഈസ് ഈക്വൽ ടു, ഹൗ വിൽ യു ഡു? μ0 mi, ദെൻ എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എൻ എന്ന് പറയുന്നത് ഡിവൈഡ് ബൈ √2 സൈൻ വാട്ട്? സൈൻ ഒമേഗ ടി ഐ പ്ലസ് കോസ് ഒമേഗ ടി വാട്ട് കെ? കോസ് ഒമേഗ ടി കെ. ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പ്? എന്താണ്? ഈ കോയിലിൻ്റെ ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന കോയിലുണ്ടല്ലോ, അതിൻ്റെ ഏരിയ വെക്ടർ ഫോമിൽ എഴുതുക. ഏരിയ വെക്ടർ ഫോമിൽ എഴുതുക. ഏരിയ വെക്ടർ ഈസ് ഈക്വൽ ടു എ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, കെ അതിൻ്റെ ഡയറക്ഷൻ, എ കെ. ഇനി ഫ്ലക്സ് കണ്ടുപിടിക്കൂ. ടേക്ക് ദ ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് ദിസ് ടു. ഫ്ലക്സ് ഈസ് ഈക്വൽ ടു ബി ഡോട്ട് എ. ബി ഡോട്ട് എയിൽ മാഗ്നിറ്റ്യൂഡുകൾ മൾട്ടിപ്ലൈ ചെയ്യുക. μ0 mi a അവിടെയുണ്ട്, ഡിവൈഡഡ് ബൈ √2 ഉണ്ട്. ഇനിയും കെ ഡോട്ട് ഐ 0 ആയി പോവും, മ്യൂച്വലി പെർപെൻഡിക്കുലറാണ്. കെ ഡോട്ട് കെ മാത്രമേ സർവൈവ് ചെയ്യുള്ളൂ. ദെയർഫോർ കോസ് ഒമേഗ ടി. കെ ഡോട്ട് കെ 1 ആണ്. ദെയർഫോർ നീഡ് നോട്ട് ബി റിട്ടൺ. എന്തിനാണ് ഞാൻ ഫ്ലക്സ് കണ്ടുപിടിച്ചതെന്ന് അറിയാവോ? ഈ കോയിലിലെ ഇൻഡ്യൂസ്ഡ് EMF കണ്ടുപിടിക്കാൻ വേണ്ടി. ഹൗ വിൽ യു ഫൈൻഡ് ദ ഇൻഡ്യൂസ്ഡ് EMF ഇൻ ദാറ്റ് കോയിൽ? മൈനസ് d∅/dt. ഓക്കെ, മൈനസ് ഞാൻ ഇട്ടു. μ0 mi a, ഒമേഗ പുറത്തേക്ക് വരും ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ, ഡിവൈഡഡ് ബൈ √2. കോസിൻ്റെ മൈനസ് സൈനാണ്, അപ്പോൾ ഈ മൈനസ് പ്ലസ് ആയി. സൈൻ ഒമേഗ ടി. ഇൻഡ്യൂസ്ഡ് EMF കണ്ടുപിടിച്ചാൽ പിന്നെ ഇൻഡ്യൂസ്ഡ് കറണ്ട് കണ്ടുപിടിക്കുക. ഇൻഡ്യൂസ്ഡ്
induced current. How will you find induced current? Small letter I എന്ന് എഴുതാം. Induced EMF divided by resistance of that coil. അപ്പോൾ R കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യണം. mu0 mi a omega divided by root 2 r sin omega t. ഞാനൊന്നും ചെയ്തില്ല, എന്ത് ചെയ്തു? R കൊണ്ട് ഡിവൈഡ് ചെയ്തു. എന്തിനാ ഐ കണ്ടുപിടിച്ചതെന്ന് മനസ്സിലായോ? ഇനി ഞാൻ മാഗ്നറ്റിക് മൊമെന്റിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് ദ കോയിൽ ഈസ് I ഇൻറ്റു I is the current children, I into area vector of the coil. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഇതിനെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇത് എ സ്ക്വയർ ആവും. എയുടെ ഡയറക്ഷൻ കെ യുടെ ഇവിടെ വരും. ഓക്കെ, ലെറ്റ് മീ ഡു ദാറ്റ്. mu0 m I എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ ഓൾറെഡി ഉള്ളതുകൊണ്ട് എ സ്ക്വയർ ആയി. ഒമേഗ അവിടെയുണ്ട്, ഡിവൈഡഡ് ബൈ റൂട്ട് 2 r അതുപോലെയുണ്ട്, സൈൻ ഒമേഗ ടി അതുപോലെ എഴുതി. ഇനിയും ഏരിയ വെക്ടറിൻ്റെ ഡയറക്ഷൻ കെ അതും എഴുതി. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ. ഇനി നമുക്ക് ടോർക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. ടോർക്ക് കണ്ടുപിടിക്കണേ എന്ത് വേണം? എം വേണം, മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് ദ കോയിൽ വേണം, അതിരിക്കുന്ന സ്ഥലത്തെ ഫീൽഡ് വേണം, എം ക്രോസ് ബി. ഈ രണ്ട് കാര്യങ്ങൾ അടുത്ത പേജിലേക്ക് ഞാൻ മാറ്റി എഴുതുകയാണ്. എന്നിട്ട് എം ക്രോസ് ബി എടുക്കും. ഓക്കെ, ഇതാ അടുത്ത പേജിൽ ഞാൻ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. എം എഴുതി വെച്ചിട്ടുണ്ട്, നമുക്ക് കിട്ടിയ എം എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ? ജസ്റ്റ് സീ ദാറ്റ് ദിസ് ഈസ് ദ എം ഐ ഹാവ് റിട്ടൺ. ഇനി ബി യു എഴുതി വെച്ചിട്ടുണ്ട്, ബി യു. ഇനിയും വളരെ എളുപ്പമാണ് നമുക്ക് ചെയ്യാൻ. എന്ത് ചെയ്താൽ മതി? നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് എടുത്താൽ നമ്മുടെ പണി കഴിഞ്ഞു. Therefore, let me take the cross product of this. Torque is equal to M cross B. M cross B എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ആദ്യമേ മാഗ്നിറ്റ്യൂഡുകൾ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. മാഗ്നിറ്റ്യൂഡ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ mu0 സ്ക്വയർ എം സ്ക്വയർ ഐ സ്ക്വയർ എ സ്ക്വയർ ഒമേഗ ഡിവൈഡഡ് ബൈ 2r. ഇനി ആലോചിച്ച് നോക്കി, കെ ക്രോസ് കെ 0 ആയിപ്പോയി, ഇതുമായിട്ട് 0 ആയിപ്പോയി. നമുക്ക് വേണ്ടത് കെ ക്രോസ് ഐ ആണ്. കെ ക്രോസ് ഐ എന്ന് പറയുന്നത് ജെ ആണ്. therefore സൈൻ സ്ക്വയർ, സൈൻ ഇൻറ്റു സൈൻ സ്ക്വയർ ഒമേഗ ടി അതുപോലെ എഴുതി. കെ ക്രോസ് ഐ ജെ ആണ്, ജെ. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഇത് ക്വസ്റ്റ്യനിൽ ആൽഫ എന്ന് തന്നിട്ടുണ്ട്. ദിസ് ഈസ് ഗിവൺ ആസ് ആൽഫ. therefore ലെറ്റ് മീ റൈറ്റ് ആൽഫ ഇൻറ്റു സൈൻ ടി എന്ന് പറയുന്നത് പൈ ഡിവൈഡ് ബൈ 6 ഒമേഗയുണ്ട്. സൈൻ സ്ക്വയർ വാട്ട് യു വിൽ ഗെറ്റ് പൈ ബൈ 6 എന്ന് കിട്ടി. ജെ വിട്ട് കളയരുത്. സൈൻ പൈ ബൈ 6 എന്ന് പറഞ്ഞാൽ 1/2 ആണ്, അതിൻ്റെ സ്ക്വയർ 1/4 ആയി. അങ്ങനെ നമുക്ക് ആൽഫ ഡിവൈഡ് ബൈ 4j എന്ന് കിട്ടി. ഈ ഓപ്ഷനിലെ ടോർക്ക്. വാട്ട് ഡിഡ് യു ഗെറ്റ്? ടോർക്ക്. ആസ് എ വെക്ടർ യു ഗോട്ട് ആൽഫ ഡിവൈഡ് ബൈ 4. ഇനി ഒരു ഓപ്ഷനോടെ നമുക്ക് ചെക്ക് ചെയ്യാനുണ്ട്. ഫോർത്ത് ഓപ്ഷനിലേക്ക് നമുക്ക് കിടക്കാം. നോക്കൂ, ഫോർത്ത് ഓപ്ഷൻ സിമിലർ ആണ്, ചെയ്യുന്ന മെത്തേഡ് സിമിലർ തന്നെയാണ്. ബട്ട് ഫോർ പ്രാക്ടീസ് ലെറ്റ് us ഡു ഇറ്റ് അഗെയിൻ. ആദ്യമേ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഫീൽഡ് കണ്ടുപിടിക്കണം. ആരുടെ ഫീൽഡ്? ഈ സോളിനോയിഡ് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കണം. പിന്നെന്ത് ചെയ്യണം? ഈ കോയിലിൻ്റെ ഉണ്ടല്ലോ, ഈ കോയിൽ, ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു കോയിലിരിപ്പുണ്ടല്ലോ, ആ കോയിലിൻ്റെ ഏരിയ വെക്ടർ എഴുതണം. ഏരിയ വെക്ടർ വെക്ടർ ഫോമിൽ എഴുതണം. എന്നിട്ട് അതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കണം. അങ്ങനെ ഫ്ലക്സ് കിട്ടി, ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? ഇൻഡ്യൂസ്ഡ് EMF കിട്ടും. ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, റെസിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻഡ്യൂസ്ഡ് കറണ്ട് കിട്ടും. എന്നിട്ട് ഏരിയ വെക്ടർ, ആ കോയിലിൻ്റെ ഏരിയ വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ കോയിലിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ് കിട്ടി. പിന്നെ മാഗ്നറ്റിക് മൊമെൻറ്റിനെ ഫീൽഡ് കൊണ്ട് ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ ടോർക്കം കിട്ടി. ദാറ്റ് ഈസ് അവർ റൂട്ട്. എല്ലാ ഓപ്ഷനും നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്തത്. ഈ ഓപ്ഷനിലും അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യമേ തന്നെ എന്ത് ചെയ്യാം? നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് എഴുതാം. മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു mu0 mi. എം ഈസ് ദ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. അതിൻ്റെ ഡയറക്ഷൻ എൻ ആണെന്നറിയാമല്ലോ, അതുകൊണ്ട് എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഈ എൻ എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട് ഓപ്ഷനിൽ. therefore റൂട്ട് 2 കോസ് വട്ട് ഒമേഗ ടി ജെ പ്ലസ് സൈൻ വട്ട് ഒമേഗ ടി കെ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഏരിയ വെക്ടർ ഓഫ് ദ കോയിൽ വെക്ടർ ഫോമിൽ എഴുതുക, എ കെ. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഫ്ലക്സ് കണ്ടുപിടിക്കുക കോയിലിൻ്റെ. ഹൗ വിൽ യു ഡു ദാറ്റ്? ബി ഡോട്ട് എ. ആദ്യമേ തന്നെ മാഗ്നിറ്റ്യൂഡുകൾ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. mu0 mi a ഡിവൈഡഡ് ബൈ റൂട്ട് 2 അതുപോലെ എഴുതി. ഇനിയും ചിന്തിക്കൂ, കെ ഡോട്ട് കെ മാത്രമേ സർവൈവ് ചെയ്യൂ, കെ ഡോട്ട് ജെ പോയി അല്ലേ. അപ്പം സൈൻ ഒമേഗ ടി എന്ന് വന്നു. സൈൻ ഒമേഗ ടി. കെ ഡോട്ട് കെ 1 ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഫ്ലക്സ് കണ്ടുപിടിച്ചാൽ ഉടൻ തന്നെ ഇൻഡ്യൂസ്ഡ് EMF കണ്ടുപിടിക്കുക. ഫൈൻഡ് ഇൻഡ്യൂസ്ഡ് EMF. Induced EMF is negative gradient of flux d phi by dt. മൈനസ് അതുപോലെ ഇട്ടു. mu0 m i a
ഒമേഗ പുറത്തേക്ക് വന്നു, ഡിവൈഡഡ് ബൈ √2. സൈൻ്റെ ഡെറിവേറ്റീവ് കോസ് ആണ്, കോസ് ഒമേഗ ടി. ഇനി നമ്മൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് കിട്ടി. ഇൻഡ്യൂസ്ഡ് കറണ്ട് ഇൻ ദ കോയിൽ. ആ സോളിനോയിഡിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള കോയിലിലെ ഇൻഡ്യൂസ്ഡ് കറണ്ടാണ് ഞാൻ കണ്ടുപിടിക്കുന്നത്. കറണ്ട് ഇൻ ദ കോയിൽ ഈസ് ഈക്വൽ ടു വാട്ട് യു വിൽ ഗെറ്റ് മൈനസ്, അതുപോലെ എഴുതി μ0 m/a ഒമേഗ ഡിവൈഡഡ് ബൈ √2. 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണമല്ലോ കറണ്ട് കിട്ടണമെങ്കിൽ. എന്ത് ചെയ്യണം? 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, കോസ് ഒമേഗ ടി. കാരണം കറണ്ട് എന്ന് പറയുന്നത്, ലെറ്റ് മീ മേക്ക് ഇറ്റ് ക്ലിയർ, കറണ്ട് എന്ന് പറയുന്നത് എന്താ? ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്ന് പറയുന്നത് ഇൻഡ്യൂസ്ഡ് EMF ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് ആണ്. ദാറ്റ് ഇസ് വാട്ട് ഐ റോട്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? ഇൻഡ്യൂസ്ഡ് കറണ്ട് കിട്ടി, ഏരിയ വെക്ടർ ഉണ്ട്, ഇതിനെ രണ്ടിനെ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ കോയിലിൻ്റെ മാഗ്നറ്റിക് മൊമെന്റ് നമുക്ക് കിട്ടും. മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് ദ കോയിൽ പ്ലേസ്ഡ് ഇൻസൈഡ് ദ സോളിനോയിഡ് ഈസ് ഈക്വൽ ടു കറണ്ട് ത്രൂ ദ കോയിൽ ഇൻടു ഏരിയ വെക്ടർ ഓഫ് ദ കോയിൽ. കറണ്ട് ത്രൂ ദ കോയിൽ ഈസ് ഈക്വൽ ടു μ0 m/, ഏരിയ വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ a² ആയി, ഒമേഗ അവിടെയുണ്ട്, √2r, ദെൻ കോസ് ഒമേഗ ടി. ഇനി ഏരിയ വെക്ടറിൻ്റെ ഡയറക്ഷൻ കെയുടെ വരും. അപ്പോൾ നമുക്ക് എമ്മും ഉണ്ട് ബിയും ഉണ്ട് അല്ലേ? ആ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ അതിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് എടുത്താൽ മതി. മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് ദ കോയിൽ നമ്മുടെ കയ്യിലുണ്ട്, അതുപോലെ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ സോളിനോയിഡും ഉണ്ട്. ടേക്ക് ദ ക്രോസ് പ്രൊഡക്റ്റ്, യു വിൽ ഗെറ്റ് ടോർക്ക്. അതുകൊണ്ട് ഈ രണ്ട് സാധനത്തെ ഞാൻ അടുത്ത പേജിലേക്ക് മാറ്റി എഴുതിയിട്ടുണ്ട്. Therefore, for finding torque, tau is equal to, let me do magnetic moment of the coil placed inside the solenoid cross magnetic field produced by the solenoid. Therefore, multiply them. ആദ്യമേ തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡുകളെ മൾട്ടിപ്ലൈ ചെയ്യാം. മൈനസ് സ്റ്റേസ് ദെയർ, μ0 m, μ0 സ്ക്വയർ m² I² a² ഒമേഗ ഡിവൈഡഡ് ബൈ 2r. നോക്കൂ, ഇത് ആൽഫ എന്ന് തന്നിട്ടുണ്ട്. ദെൻ തിങ്ക്, നമ്മൾ ക്രോസ് പ്രൊഡക്റ്റ് ആണ് എടുക്കുന്നത്. കെ ക്രോസ് കെ എന്തായിപ്പോയി? കെ ക്രോസ് കെ 0 ആയിപ്പോയി അല്ലേ? അപ്പം കെ ക്രോസ് ജെ, വാട്ട് ഈസ് കെ ക്രോസ് ജെ? കെ ക്രോസ് ജെ -i ആണ് അല്ലേ? അപ്പോൾ -i ആയതുകൊണ്ട് ഇത് +i. അപ്പോൾ കോസ് സ്ക്വയർ വാട്ട്? കോസ് സ്ക്വയർ ഒമേഗ ടി. കെ ക്രോസ് ജെ എന്താണെന്ന് ഞാൻ പറഞ്ഞ -i, -iയുടെ i ഞാൻ വിട്ടിട്ട്. ഇനി നമുക്ക് ടോർക്ക് ഈസ് ഈക്വൽ ടു, നോക്കി ഇത് ആൽഫ എന്ന് തന്നിട്ടുണ്ട്, കോസ് സ്ക്വയർ ഒമേഗ ടി, ടി π/6 ഒമേഗയാണ്. അപ്പോൾ കോസ് π/6 എന്ന് തോന്നുന്നു. കോസ് π/6, പിന്നെ ഒരു i ഉണ്ട്, ഡോണ്ട് ഫോർഗെറ്റ് ടു പുട്ട് ഇറ്റ് ദാറ്റ്. കറക്റ്റ് അല്ലേ? നോക്കട്ടെ, കെ ക്രോസ് ജെ ഈസ് ഈക്വൽ ടു -i, റൈറ്റ്. ദെൻ കോസ് π/6 എത്രയാണ്? √3 കോസ് സ്ക്വയർ ഉണ്ട് കേട്ടോ ഇവിടെ, കോസ് സ്ക്വയർ √3/2 ആണ്. അതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 ആൽഫ ഡിവൈഡ് ബൈ 4i എന്ന് കിട്ടും. 3 ആൽഫ ഡിവൈഡഡ് ബൈ 4. അപ്പം നമ്മുടെ 4 ഓപ്ഷനും നമ്മൾ നോക്കി. ഇനി നമുക്ക് മാച്ച് ചെയ്യാം. ആദ്യത്തേത് എന്തായിരുന്നു നമുക്ക് കിട്ടിയ ഓർമ്മയുണ്ടോ? ആദ്യത്തേത് നമുക്ക് മൈനസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ നമുക്ക് -α/4i എന്നാണ് കിട്ടിയത്, -α/4i. സെക്കൻഡ് ഓപ്ഷൻ നമുക്ക് കിട്ടിയത് 0 ആയിരുന്നു. തേർഡ് വൺ നമുക്ക് കിട്ടിയത് എന്തായിരുന്നു? തേർഡ് വൺ ആൽഫ ഡിവൈഡഡ് ബൈ 4j എന്ന് കിട്ടി. ഫോർത്ത് വൺ വാട്ട് വാസ് ദാറ്റ്? 6 കിട്ടി അല്ലേ? 3 ആൽഫ ഡിവൈഡ് ബൈ 4i എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മാച്ച് ചെയ്യണമെങ്കിൽ QPSR, അങ്ങനെയുണ്ടോ? QPSR, സി ആണ് റൈറ്റ് ഓപ്ഷൻ. ഓക്കെ, ഇത് കറക്റ്റായിട്ട് നിങ്ങൾ റൈറ്റ് ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടും. ഓപ്ഷൻ തെറ്റിക്കുകയാണെങ്കിൽ -1 മാർക്ക് ആയിരിക്കും നിങ്ങൾക്ക് അവാർഡ് ചെയ്യപ്പെടുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. നോക്കൂ, ലിസ്റ്റ് 1 ഡിസ്ക്രൈബ്സ് 4 സിസ്റ്റം each with the 2 particles A and B in relative motion as shown in the figure. List 2 gives possible magnitude of their relative velocities at time t is equal to π/3 second. നമുക്ക് 4 മോഷൻ കാണിച്ചിട്ടുണ്ട്. 1, 2, 3, 4. ഈ 4 മോഷനിലും 2 പാർട്ടിക്കിളാണ് മൂവ് ചെയ്യുന്നത്. ആ പാർട്ടിക്കിളുടെ റിലേറ്റീവ് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ശ്രദ്ധിക്കൂ, റിലേറ്റീവ് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. ഏത് സമയത്തെ റിലേറ്റീവ് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം? അറ്റ് t is equal to π/3 സെക്കൻഡിൽ. അപ്പം നമ്മൾ ഈ ഓരോ മോഷൻ സെപ്പറേറ്റ് എടുത്തിട്ട് ചെയ്യാൻ പോവുകയാണ്. നോക്കൂ, ആദ്യത്തെ മോഷൻ ഞാൻ എടുത്തു. അവിടെ എന്താണ് പറയുന്നതെന്ന് നോക്കൂ. A and B are moving in a horizontal circle of radius 1 meter.
with uniform angular speed omega is equal to 1 radian. The initial angular position of A and B at t is equal to 0 are theta is equal to 0 and theta is equal to pi by 2 respectively. Okay. ഇവിടെ തന്നിട്ടുള്ള ഡേറ്റ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം. എന്തൊക്കെയാണ്? റേഡിയസ് തന്നിട്ടുണ്ട്, ആംഗുലാർ വെലോസിറ്റി തന്നിട്ടുണ്ട്. ഈ സമയത്ത് ഈ ടൈമിൽ ടി ഈസ് ഈക്വൽ ടു പൈ ബൈ 3യിൽ ഈ പാർട്ടിക്കിൾ എവിടെയാണെന്ന് നമുക്ക് നോക്കാം. രണ്ട് പാർട്ടിക്കിളും ഒരേ ആംഗിൾ കവർ ചെയ്യും. തീറ്റ ഈസ് ഈക്വൽ ടു ഒമേഗ ടി എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. Therefore തീറ്റ ഈസ് ഈക്വൽ ടു ഒമേഗ എത്രയാ? 1, ടി എത്രയാ? പൈ ബൈ 3. Therefore each particle covers an angular displacement of pi by 3 from its initial angular position. ഈ ആംഗുലാർ പൊസിഷൻ ആണ് ഇനീഷ്യലി ഉള്ളത്. ഇവിടുന്ന് പൈ ബൈ 3 ഇത് കവർ ചെയ്യും. ദാറ്റ് മീൻസ് ലെറ്റ് മീ ഡ്രോ ഇറ്റ് ഹിയർ. സി ഹിയർ. It will be somewhere here and its velocity looks like this. Velocity is like this. അതുപോലെ തന്നെ ഈ ബി എന്ന് പറയുന്ന പാർട്ടിക്കിളും പൈ ബൈ 3 ആംഗിൾ റൊട്ടേറ്റ് ചെയ്യും. പൈ ബൈ 3 നോക്കൂ, പാർട്ടിക്കിൾ ബി ഓൾസോ കവേഴ്സ് ആൻ ആംഗിൾ പൈ ബൈ 3. അപ്പോൾ വെലോസിറ്റി ഓഫ് ബി എങ്ങനെയായിരിക്കും? വെലോസിറ്റി ഓഫ് ബി ഈസ് ലൈക്ക് ദിസ്, വെലോസിറ്റി ഓഫ് എ ഈസ് ലൈക്ക് ദിസ്. ദിസ് ആംഗിൾ ഈസ് ഹൗ മച്ച്? പൈ ബൈ 3 ആൻഡ് ദിസ് ആംഗിൾ ഈസ് പൈ ബൈ 3. പൈ ബൈ 3. ഇപ്പോഴും ഇവ തമ്മിലുള്ള ആംഗിൾ 90 ആയിരിക്കും. നൗ ദ ആംഗുലാർ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾ ഈസ് 90. Therefore the വെലോസിറ്റികൾ തമ്മിലുള്ള ആംഗിളും, ഫോർ എക്സാമ്പിൾ വി എ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക, വി എ, വി ബി ഇങ്ങനെയാണെന്ന് വിചാരിക്കുക, വി ബി, ഇവ തമ്മിലുള്ള ആംഗിൾ 90 ആയിരിക്കും. റേഡിയസ് വെക്ടറുകൾ ഉണ്ടാക്കുന്ന അതേ ആംഗിൾ ആയിരിക്കും വെലോസിറ്റീസും ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിലേറ്റീവ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വി എയും വി ബി എത്രയാണെന്ന് ആദ്യമേ നമുക്ക് കണ്ടുപിടിക്കാം. വി എ എന്ന് പറയുന്നത് അല്ലെങ്കിൽ വി ഇസ് ഈക്വൽ ടു ആർ ഒമേഗയാണ്. രണ്ടിൻ്റെയും വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ആർ ഒമേഗയാണ്. ആറും 1 ആണ്, ഒമേഗയും 1 ആണ്. ദെയർഫോർ 1 ആണ് മാഗ്നിറ്റ്യൂഡ്. ഇനി നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ പോവുക. വി എ ബി എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം വി എ മൈനസ് വി ബി ആണ്, അല്ലേ? അപ്പോൾ വി എ ബിയുടെ മാഗ്നിറ്റ്യൂഡ്, റിലേറ്റീവ് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് വി എ മൈനസ് വി ബിയുടെ മാഗ്നിറ്റ്യൂഡ് എടുക്കണം. വെക്ടർ സബ്ട്രാക്ഷൻ നമുക്കറിയാം, രണ്ട് വെക്ടേഴ്സിൻ്റെ സബ്ട്രാക്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. റൂട്ട് വി എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വി സ്ക്വയർ പ്ലസ് വി ബി സ്ക്വയർ വി സ്ക്വയർ മൈനസ് 2 വി എ വി ബി കോസ് തീറ്റ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ മൈനസ് 2 വി സ്ക്വയർ കോസ് 90 ഇല്ലേ? കോസ് 90 0 ആയതുകൊണ്ട് ഇത് ജസ്റ്റ് റൂട്ട് 2 വി എന്ന് വന്നു. ഇത് റൂട്ട് 2 വി, വി 1 അല്ലേ? വി 1 ആയതുകൊണ്ട് ദ ആൻസർ ഈസ് 2. അപ്പോൾ റിലേറ്റീവ് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? റൂട്ട് 2 ആണ്. ഇനി അടുത്ത മോഷൻ നമുക്ക് എടുക്കാം. നോക്കൂ, ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. നോക്കൂ, പ്രൊജക്ടൈൽ എ ആൻഡ് ബി ആർ ഫയർഡ് ഇൻ ദ സെയിം വെർട്ടിക്കൽ പ്ലെയിൻ അറ്റ് ടി ഈസ് ഈക്വൽ ടു 0 ആൻഡ് അറ്റ് ടി ഈസ് ഈക്വൽ ടു 0.2 റെസ്പെക്റ്റീവ്ലി. ദിസ് ഈസ് അറ്റ് 0 ടൈം, ദിസ് ഈസ് അറ്റ് ടി ഈസ് ഈക്വൽ ടു 0.1 സെക്കൻഡ് വിത്ത് സെയിം സ്പീഡ്. നോക്കിയേ, സ്പീഡ് നോക്കിയേ, 5 പൈ ബൈ റൂട്ട് 2 ആണ് സ്പീഡ്. രണ്ടിൻ്റെ സ്പീഡ് 5 പൈ ബൈ റൂട്ട് 2 ആണ്. ആൻഡ് അറ്റ് 45 ഫ്രം ദ ഹൊറിസോണ്ടൽ. രണ്ടിൻ്റെ ആംഗിൾ 45 ആണ്. The initial separation between A and B is large enough so that they don't collide. ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് സെപ്പറേഷൻ ലാർജ് ഇനഫ് ആണ് എന്ന് പറഞ്ഞാൽ ഈ ടൈമിലുണ്ടല്ലോ, ഈ അവർ പറഞ്ഞിട്ടുള്ള ടൈമിൽ ഇവ കൊളൈഡ് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, ബേസിക് ആയിട്ട് നമ്മൾ അറിയേണ്ടത് ഒരു പ്രൊജക്ടൈലിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി യു ആണെങ്കിൽ, യു ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഇനീഷ്യൽ വെലോസിറ്റിക്ക് 2 കമ്പോണൻ്റ് ഉണ്ട്. വെക്ടർ ഫോമിൽ എഴുതുകയാണെങ്കിൽ യു എക്സ് ഐ പ്ലസ് യു വൈ ജെ എന്ന് നമ്മൾ എഴുതും. ഇനി യു എങ്ങനെ കിട്ടും? യു എക്സ് എങ്ങനെ കിട്ടും? യു കോസ് തീറ്റ ആണെന്ന് നിങ്ങൾക്കറിയാം. യു കോസ് തീറ്റ ഐ പ്ലസ് യു സൈൻ തീറ്റ വാട്ട് ജെ. ഈ വെലോസിറ്റി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വി ആയെന്ന് വിചാരിക്കുക, വി. അപ്പോൾ ആ വിക്കും എത്ര കമ്പോണൻ്റ് ഉണ്ട്? 2 കമ്പോണൻ്റ് ഉണ്ട്. ഹൗ വിൽ യു റൈറ്റ് ദാറ്റ്? വി ഈസ് ഈക്വൽ ടു വി എക്സ് ഐ പ്ലസ് വി വൈ ജെ ആണ്. ഈ വി എക്സ് എന്ന് പറയുന്നത് യു എക്സ് തന്നെയാണെന്ന് നമുക്കറിയാം. ബിക്കോസ് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ആക്സലറേഷൻ ഇല്ലാത്തതുകൊണ്ട് വെലോസിറ്റിക്ക് മാറ്റം വരില്ല. ദെയർഫോർ യു എക്സ് ഐ എന്ന് തന്നെ എഴുതാം. വി വൈ എന്ന് പറഞ്ഞാൽ യു വൈ മൈനസ് ജി ടി ആണ്. യു വൈ മൈനസ് ജി ടി. ടി എന്ന് പറയുന്നത് 0ൽ നിന്ന് കൗണ്ട് ചെയ്യുവാണെങ്കിൽ ടി, ഒരു പർട്ടിക്കുലർ ടൈമിൽ നിന്നാണ് കൗണ്ട് ചെയ്യുന്നതെങ്കിൽ ടി മൈനസ് T0 എന്ന് എഴുതണം. വേർ T0 ഇസ് ദ ഇനീഷ്യൽ ടൈം. ഓക്കെ, ദിസ് ഈസ് വാട്ട് ജെ. ഈ ബേസിക് ഐഡിയ നമുക്കുണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി ഞാൻ ഈ 2 പാർട്ടിക്കിളിൻ്റെയും വെലോസിറ്റിയെ, ഇനീഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും കമ്പോണൻറ്റ് വൈസ് എഴുതാൻ പോവുക. 2ൻ്റെയും വെലോസിറ്റി കമ്പോണൻറ്റ് വൈസ് എഴുതാൻ പോവുക. നോക്കിയാൽ നിങ്ങൾ
look here. What is UA, velocity of initial velocity of A? അതിന് രണ്ട് കമ്പോണൻ്റ് ഉണ്ട് അല്ലേ? U cos theta I, U എന്ന് പറയുന്നത് 5 pi divided by root 2. Cos theta എന്ന് പറയുന്നത് cos 45, 1 by root 2. അപ്പോൾ root 2 into root 2 2 ആവും. What you will get? 5 pi divided by 2i. Likewise 5 pi divided by 2j. ഈ വെലോസിറ്റി കുറച്ച് കഴിയുമ്പം ഇതിൻ്റെ ഫൈനൽ വെലോസിറ്റി എത്രയായിരിക്കും ആ ടൈമിൽ? ദാറ്റ് ടൈം വാട്ട് വിൽ ബി ദ വെലോസിറ്റി? വി എ എന്ന് എഴുതാം. വി എ ഈസ് ഈക്വൽ ടു 5 പൈ ഡിവൈഡഡ് ബൈ 2i. ആ കമ്പോണൻറ്റ് മാറ്റമില്ല. രണ്ടാമത്തെ കമ്പോണൻറ്റ് ശ്രദ്ധിച്ചേ, 5 പൈ ഡിവൈഡഡ് ബൈ 2 മൈനസ് ജി ടി. ജി എത്രയാണ്? 10. ടി എത്രയാണ്? ടി ഈസ് പൈ ബൈ 3. അപ്പം 10 പൈ ബൈ 3. ഈ കമ്പോണൻ്റ് ഏതാണ്? ജെ കമ്പോണൻറ്റ്. ഓക്കെ. ഇനി അതുപോലെ തന്നെ രണ്ടാമത്തെ പാർട്ടിക്കിളിൻ്റെയും ഇനീഷ്യൽ വെലോസിറ്റിയും വെലോസിറ്റി ആഫ്റ്റർ ദാറ്റ് ടൈമും എഴുതാൻ പോവുകയാണ്. ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്? യു ബി. ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് സെക്കൻഡ് പാർട്ടിക്കിൾ ഈസ് ഈക്വൽ ടു യു കോസ് തീറ്റ. ദാറ്റ് മീൻസ് 5 പൈ ഡിവൈഡഡ് ബൈ 2. അത് മൈനസ് ഐ ഡയറക്ഷനാണ്. ദെയർഫോർ മൈനസ് ഐ പ്ലസ് രണ്ടാമത്തെ കമ്പോണൻ്റ് ഏതാണ്? 5 പൈ ഡിവൈഡ് ബൈ 2j. അതിന് മാറ്റമൊന്നുമില്ല. ഇനിയും ആഫ്റ്റർ ദ ഗിവൺ ടൈം വാട്ട് വിൽ ഇറ്റ്സ് വെലോസിറ്റി ബി? വി ബി എന്ന് എഴുതാം. വി ബി ഈസ് ഈക്വൽ ടു ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് മാറ്റമില്ല, 5 പൈ ഡിവൈഡ് ബൈ 2i. വെർട്ടിക്കൽ കമ്പോണൻറ്റ് മാറിയിട്ടുണ്ട്. എത്രയാണ്? 5 പൈ ഡിവൈഡഡ് ബൈ 2 മൈനസ് ജി ടി മൈനസ് ടി 0 എന്ന് എഴുതാം. കാരണം ഇവിടെ 0.1 സെക്കൻഡിലെ വെലോസിറ്റിയാണ് ഞാൻ ഇനീഷ്യൽ വെലോസിറ്റി ആയിട്ട് എടുത്തിട്ടുള്ളത്. ദിസ് ഈസ് ടേക്കൺ ആസ് ഇനീഷ്യൽ വെലോസിറ്റി. അപ്പം ടൈം ഗ്യാപ്പ് പൈ ബൈ 3 അല്ല, പൈ ബൈ 3 മൈനസ് 0.1 ആണ് ടൈം ഗ്യാപ്പ്, ഡെൽറ്റ ടി. അപ്പം മൈനസ് ജി എത്രയാ? 10. ടി എന്ന് പറഞ്ഞാൽ എത്രയാ? പൈ ബൈ 3 മൈനസ് 0.1. ദിസ് ഈസ് വാട്ട്? ദിസ് ഈസ് ഇറ്റ് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്, സോറി വെർട്ടിക്കൽ കമ്പോണൻറ്റ്. നമുക്കിതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. വി ബി ഈസ് ഈക്വൽ ടു വാട്ട് യു വിൽ ഗെറ്റ്? മൈനസ് 5 ബൈ 2i പ്ലസ് 5 ബൈ 2 5 pi by 2 minus 10 pi by 3 plus 0.1. 0.1 into 10 at 3, 1. That is what? That is J component. ഇനി നമ്മൾ റിലേറ്റീവ് വെലോസിറ്റിയെ കുറിച്ച് ചിന്തിക്കുക. വാട്ട് ഈസ് ദ റിലേറ്റീവ് വെലോസിറ്റി? വി എ മൈനസ് വി ബി. വി എ മൈനസ് വി ബി. വാട്ട് ഈസ് ദാറ്റ്? വി എ എന്ന് പറഞ്ഞാൽ ഏതാണെന്ന് മനസ്സിലായോ? ഇതാണ് വി എ. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഈ സാധനം സബ്ട്രാക്ട് ചെയ്യണം. ഓക്കെ. അപ്പം ഐ കമ്പോണൻറ്റ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ദിസ് മൈനസ് ദിസ്, വാട്ട് ഈസ് ദാറ്റ്? 10 പൈ. വാട്ട് യു വിൽ ഗെറ്റ് ഈസ് 10 പൈ ബൈ 2 എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ 5 പൈ. 5 പൈ ഐ. 5 പൈ ഐ. ദെൻ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 5 പൈ ബൈ 2ഉം ഈ 5 പൈ ബൈ 2ഉം പോവും. 10 പൈ ബൈ 3യും ഇതും പോകും സബ്ട്രാക്ട് ചെയ്യുമ്പോൾ, അല്ലേ? Then 0 minus 1. What is that? Minus 1j എന്ന് കിട്ടി. ഇനി ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വേണം. വി എ മൈനസ് വി ബിയുടെ മാഗ്നിറ്റ്യൂഡ് എത്ര എന്നാണ് നമ്മളോട് ചോദ്യം. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 5 പൈ സ്ക്വയർ, ദാറ്റ് ഈസ് 25 പൈ സ്ക്വയർ പ്ലസ് മൈനസ് 1 സ്ക്വയർ വിച്ച് ഈസ് 1. ദാറ്റ് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് റിലേറ്റീവ് വെലോസിറ്റി. നൗ അടുത്ത പാർട്ട് നോക്കാം നമുക്ക്. നോക്കൂ. Two harmonic oscillator A and B are moving in x direction. According to xi is equal to x0 sin t by t0 and xb is equal to x0 sin t by t0 plus pi by 2 respectively. Starting from t is equal to 0 and t is equal to 0. Take x0 is equal to 1, t0 also is equal to 1. എന്ന് പറഞ്ഞാൽ x0 1 ആണ്, അതിനെ നമുക്ക് ഒഴിവാക്കാം. t0യും 1 ആണ്, ഒഴിവാക്കാം. ഓക്കെ. x0 1, t0യും 1, x0 1. ഇനിയും ഇവിടെ റിലേറ്റീവ് വെലോസിറ്റി കണ്ടുപിടിക്കണേ. ഇവയുടെ വെലോസിറ്റി സെപ്പറേറ്റ് നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയാണ് വി ബി കണ്ടുപിടിക്കുക? ഡി ബി ബൈ ഡി എക്സ്, അല്ലേ? ഡി എക്സ് ബൈ ഡി ടി, സോറി, ടൈം ഡെറിവേറ്റീവ് ഓഫ് എക്സ്. ദെർഫോർ വെലോസിറ്റി ഓഫ് ബി ഈസ് ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി. ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. വാട്ട് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് സൈൻ? കോസ് ടി പ്ലസ് പൈ ബൈ 2. ഏത് ടൈമിലെ വെലോസിറ്റി വേണം? അറ്റ് ടി ഈസ് ഈക്വൽ ടു പൈ ബൈ 3യിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ വാട്ട് ഈസ് വി ബി? കോസ് വാട്ട്? പൈ ബൈ 3 പ്ലസ് പൈ ബൈ 2.
നോക്കിയേ കോസ് തീറ്റ പ്ലസ് പൈ ബൈ ടു എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ തീറ്റയാണ്. അപ്പം മൈനസ് സൈൻ പൈ ബൈ ത്രീ. വാട്ട് ഈസ് ദാറ്റ്? മൈനസ് സൈൻ പൈ ബൈ ത്രീ. സൈൻ പൈ ബൈ ത്രീ. സൈൻ 60 is root 3 by 2. Therefore minus root 3 by 2. That is what the velocity of B at that time is. ഇനി വെലോസിറ്റി ഓഫ് എ നമുക്ക് കണ്ടുപിടിക്കാം. ഹൗ വിൽ യു ഫൈൻഡ് വെലോസിറ്റി ഓഫ് എ? വെലോസിറ്റി ഓഫ് എനെ ഡി എക്സ് ബൈ ഡി ടി ചെയ്താൽ മതി. ഇതിൻ്റെ ഡെറിവേറ്റീവ് കോസ് ടി ഇല്ലേ? അറ്റ് ടൈം, അറ്റ് വാട്ട് ടൈം? അറ്റ് ടി ഈസ് ഈക്വൽ ടു പൈ ബൈ ത്രീയിൽ നമുക്ക് വി എ കണ്ടുപിടിക്കാം. വാട്ട് ഈസ് വി എ? കോസ് പൈ ബൈ ത്രീ. വാട്ട് ഈസ് കോസ് എസ് ടി എന്ന് പറഞ്ഞാൽ 1/2 ആണ് അല്ലേ? 1/2. ഇനി നമുക്ക് വേണ്ടത് എന്താ? വി എ മൈനസ് വി ബി കണ്ടുപിടിക്കുക. റിലേറ്റീവ് വെലോസിറ്റി വി എ മൈനസ് വി ബി. വി എ എന്ന് പറഞ്ഞാൽ പൈ ബൈ 1/2 മൈനസ് ഓഫ് മൈനസ് പ്ലസ് റൂട്ട് 3/2. വാട്ട് യു വിൽ ഗെറ്റ്? root 3 plus 1 divided by 2. That's the magnitude of relative velocity at that time. Okay. ഇനിയും ലാസ്റ്റ് വൺ നോക്കൂ നിങ്ങൾ. പാർട്ടിക്കിൾ A is rotating in horizontal circular path of radius 1 meter on XY plane with a constant angular speed omega is equal to 1 radian. Particle B is moving up at a constant speed 3 meter per second in vertical direction as shown in the figure. നോക്കൂ, ഇത് എപ്പോഴും XY പ്ലെയിനിലാണ് ഉള്ളത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വെലോസിറ്റി XY പ്ലെയിനിലാണ്. ഓക്കെ. ഈ പാർട്ടിക്കിൾ ഇസഡ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ എയുടെ വെലോസിറ്റിയും ബിയുടെ വെലോസിറ്റിയും എപ്പോഴും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. സി ഹിയർ, വി എ വെലോസിറ്റി ഓഫ് എ വിൽ ബി പെർപെൻഡിക്കുലർ ടു വെലോസിറ്റി ഓഫ് ബി അറ്റ് എവറി ടൈം അറ്റ് ടി ഈസ് ഈക്വൽ ടു ദിസ്. ഏത് ടൈമിലാണ് നമുക്ക് വേണ്ടത്? ടി ഈസ് ഈക്വൽ ടു പൈ ബൈ ത്രീയിലാണെങ്കിലും അവ പെർപെൻഡിക്കുലർ തന്നെയായിരിക്കും. ഓക്കെ. അപ്പോൾ വി എ എങ്ങനെ കണ്ടുപിടിക്കാം? വി എ എന്ന് പറഞ്ഞാൽ 6 ഒമേഗയാണ്. 6 ഒമേഗ. 6 ഒമേഗ. 6ഉം 1 ആണ്, ഒമേഗയും 1 ആണ്. ദെർഫോർ ഇറ്റ് ഈസ് 1. ദെർഫോർ വി ബി വളരെ സിമ്പിളാണ്. 3 ഡയറക്റ്റ് തന്നിട്ടുണ്ട്. 3. അപ്പോൾ ഈ രണ്ടെണ്ണം മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് റിലേറ്റീവ് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ, വി എ മൈനസ് വി ബിയുടെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾ കണ്ടതാണ്. റൂട്ട് വി എ സ്ക്വയർ പ്ലസ് വി എ സ്ക്വയർ പ്ലസ് വി ബി സ്ക്വയർ ചെയ്താൽ മതി. -2 വി എ വി ബി കോസ് തീറ്റ എന്നുള്ളത് പോവും, ബിക്കോസ് ആംഗിൾ 90 ആയതുകൊണ്ട്. ദെർഫോർ ഇറ്റ് ഈസ് റൂട്ട് വി എ എത്രയായിരുന്നു? 1 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് റൂട്ട് 10 ഈസ് യുവർ ആൻസർ. റൂട്ട് 10. അപ്പോൾ നമുക്കിത് ഈ സെക്ഷൻ എല്ലാം കഴിഞ്ഞു. നമ്മൾ ഓരോന്നിൻ്റെ റിലേറ്റീവ് വെലോസിറ്റി കണ്ടുപിടിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞ ടൈം ഏതാ? പൈ ബൈ ത്രീയിലും ഇത് റൂട്ട് 10 ആയിരിക്കും. ഇറ്റ് ഈസ് ഓൾവേസ് റൂട്ട് 10. ഈ ടൈമിൽ മാത്രമല്ല, എപ്പോഴും ഈ റിലേറ്റീവ് വെലോസിറ്റിയുടെ വാല്യൂ റൂട്ട് 10 ആയിരിക്കും. ഇനി നമുക്ക് നോക്കി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. നോക്ക്, അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ലിസ്റ്റ് 1 ഡിസ്ക്രൈബ്സ് തെർമോഡൈനാമിക് പ്രോസസ് ഇൻ 4 ഡിഫറെൻറ്റ് സിസ്റ്റം. List 2 gives magnitude of either exactly or close approximation of possible change of internal energy of the system. ഇവിടെ 4 തെർമോഡൈനാമിക് പ്രോസസ്സ് തന്നിട്ടുണ്ട്. ആ പ്രോസസ്സിലെ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഇവിടെ തന്നിട്ടുണ്ട്. ഇവ തമ്മിൽ നമ്മൾ മാച്ച് ചെയ്യണം. ഓരോന്നും എടുത്തിട്ട് സെപ്പറേറ്റ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടി വരും. നോക്കൂ, ആദ്യത്തേത് എന്താണെന്ന് നോക്കിയേ. ഫസ്റ്റ് വൺ ഈസ് 10 to the power -3 kg of water at 100 degrees Celsius is converted to system at the same temperature at pressure of 10 to the power 5 Pascal. The volume of the system changes from this to this in the process. Latent heat of water is given. Okay. First law of thermodynamics നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ ഇന്റേണൽ എനർജി ചേഞ്ച് കണ്ടുപിടിക്കാൻ പറ്റും. What does first law of thermodynamics tell you? Delta Q is equal to delta U plus delta W. Okay, delta W, work done by the system. Okay, from here how will you find delta U? Change in internal energy is equal to heat absorbed by the system minus work done by the system, isn't it? Therefore ഈ രണ്ടെണ്ണം സെപ്പറേറ്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് ഇത് ചെയ്താൽ നമുക്ക് ആൻസറിലെത്തി. ഡെൽറ്റ ക്യൂ എങ്ങനെ കണ്ടുപിടിക്കും? ഡെൽറ്റ ക്യൂ, ലെറ്റ് മീ യൂസ് അനദർ കളർ സച്ച് ദാറ്റ് ഇറ്റ് ക്യാൻ ബി ഡിസ്റ്റിങ്വിഷ്ഡ്. Delta Q is equal to ML. There is no temperature difference, only state change is there. L എന്ന് പറഞ്ഞാൽ latent heat of vaporization. M എത്രയാണ് കുട്ടികളെ? 10 to the power -3. L എത്രയാണ്? That means 2250 കിലോ ജൂൾ. അപ്പോൾ 10 to the power 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ 2250 ജൂൾ ഹീറ്റ് ഈസ് അബ്സോർബ്ഡ് ബൈ ഇറ്റ്. ഇനി ഇത് എത്ര വർക്ക് ചെയ്തു എന്ന് കണ്ടുപിടിക്കണം. വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം, ഡെൽറ്റ ഡബ്ല്യു. വാട്ട് ഈസ് പി ഡെൽറ്റ വി? പി കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് പി ഡെൽറ്റ വി, ബിക്കോസ് ഇറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ വാട്ട്? കോൺസ്റ്റൻറ്റ് പ്രഷർ. ഓക്കെ, പ്രഷർ ഈസ് ടേക്കൺ ഔട്ട്. പി ഇൻ്റഗ്രൽ പി ഡി വി ആണ് വർക്ക് ഡൺ. പി കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് പി പുറത്തേക്ക് എടുത്തു. ഇൻ്റഗ്രൽ ഡി വി എന്ന് പറഞ്ഞാൽ ഡെൽറ്റ വി ആണ്. പ്രഷർ എത്രയാണ്? 10 to the power 5. വോളിയം ചേഞ്ച് എത്രയാണ്? ഫൈനൽ വോളിയം
10 to the power minus 3, initial volume 10 to the power minus 6. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി കുട്ടികളെ? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 100 minus 0.1. That is nearly about 100 I will take. Because approximate value മാത്രം നമുക്ക് ഇതിൽ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. Therefore, delta W is equal to work done is equal to, okay, ഇനി work done ഞാൻ കണ്ടുപിടിച്ചല്ലോ. അപ്പോൾ delta U is equal to delta Q minus delta W ആണ്. Delta Q എത്രയായിരുന്നു നമുക്ക് കിട്ടിയത്? 2250 minus 100. What is that? 2150 joule. That കിലോജൂളിൽ പറയുകയാണെങ്കിൽ 2.150 kilojoule. That is nearly about 2 എന്ന് എഴുതാം. That is approximate value മതി എന്ന് പറയുന്നുണ്ട്. Therefore 2 kilojoule. That is the change in internal energy of the system. Next one, see, next question. നോക്കൂ, 0.2 moles of rigid diatomic gas with volume V and temperature 500 Kelvin undergo isobaric expansion. ഏത് എക്സ്പാൻഷൻ നോക്കൂ? ഐസോബറിക് എക്സ്പാൻഷൻ ടു വോളിയം 3V. വോളിയം 3 മടങ്ങായി, പ്രഷർ ഐസോബറിക് ആണ്. അപ്പം ടെമ്പറേച്ചറിന് എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ 3 മടങ്ങാവും. ഫസ്റ്റ് ഞാൻ ഫൈനൽ ടെമ്പറേച്ചർ കണ്ടുപിടിക്കുക അല്ലേ? പ്രഷർ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് വോളിയം ഈസ് ഡയറക്ട്ലി പ്രപ്പോസ് ടു ടെമ്പറേച്ചർ എന്ന് എഴുതാം. അപ്പോൾ T2 ഡിവൈഡഡ് ബൈ T1 ക്യാൻ ബി റിട്ടൺ ആസ് വട്ട്? V2 ഡിവൈഡഡ് ബൈ V1. അപ്പോൾ T2 ഈസ് ഈക്വൽ ടു V1 എത്രയാ? 3V, 3 ടൈംസ് T1 എന്ന് കിട്ടി. അപ്പോൾ T2 ഈസ് ഈക്വൽ ടു 1500 Kelvin. ഫൈനൽ ഇനീഷ്യൽ ടെമ്പറേച്ചർ ഇവിടെ തന്നിട്ടുണ്ട്, ഫൈനൽ ടെമ്പറേച്ചർ ഞാൻ കണ്ടുപിടിച്ചു. എന്തിനാണ് അത് കണ്ടുപിടിച്ചതെന്ന് മനസ്സിലായോ? എനിക്ക് ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജിയാണ് വേണ്ടത്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് NCV ഡെൽറ്റ ടി എന്ന് നമുക്കറിയാം. NCV ഡെൽറ്റ ടി, ദാറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ഫോർ എനി പ്രോസസ്. ഇറ്റ് ഈസ് NCV ഡെൽറ്റ ടി. ഇനി CV എന്ന് പറഞ്ഞാൽ F/2R ആണ് അല്ലേ? യു ക്യാൻ റൈറ്റ് ഇറ്റ് ലൈക്ക് ദിസ് ഓൾസോ, F/2 NR ഡെൽറ്റ ടി എന്ന് എഴുതാം. ദിസ് ഈസ് ഓൾസോ കറക്റ്റ്. ഇനി റിജിഡ് ഡയാറ്റോമിക് മോളിക്യൂളിന് ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയാണ്? ഡിഗ്രി ഓഫ് ഫ്രീഡം ഈസ് ഈക്വൽ ടു 5. റിജിഡ് ആണെങ്കിൽ, നോൺ റിജിഡ് ആണ് 7, റിജിഡ് 5. അപ്പോൾ 5/2 N എത്രയാണ് കുട്ടികളെ? 0.2. R എത്രയാണ്? 8 എടുക്കാനാണ് പറഞ്ഞത്. ഡെൽറ്റ ടി എത്രയാണ്? 1500 മൈനസ് 500, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 1000 Kelvin. Therefore ഈ രണ്ടെണ്ണം പോയി, 8 40, പിന്നെ ഒരു 2 സീറോയും. ദിസ് മച്ച് ജൂൾ ഇൻറ്റേർണൽ എനർജി ചേഞ്ച്ഡ്. ഇതിനെ കിലോ ജൂളിലേക്ക് ആക്കിയാണെങ്കിൽ 4 കിലോജൂൾ. 4, കാരണം നിങ്ങളുടെ ഓപ്ഷൻസ് എല്ലാം അല്ലെങ്കിൽ നിങ്ങളുടെ മാച്ച് ദ ഫോളോയിങ്ങിലെ സെക്കൻഡ് കോളം തന്നിട്ടുള്ളതെല്ലാം കിലോ ജൂളിലാണ്. അതുകൊണ്ടാണ് എല്ലാം ഞാൻ കിലോ ജൂളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ നോക്കൂ, അതേ ക്വസ്റ്റ്യനിലെ മൂന്നാമത്തെ സെഷൻ. 1 mole of monoatomic ideal gas is compressed adiabatically from this volume and pressure this to this. ഓക്കെ, അപ്പോൾ നമുക്ക് വോളിയം, ലെറ്റ് മീ സി വാട്ട് ഐ ഷുഡ് ഡു. എന്താണ് എനിക്ക് വേണ്ടത്? ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി. വാട്ട് ഈസ് ഡെൽറ്റ യു? NCV ഡെൽറ്റ ടി, ഇസ്ന്റ് ഇറ്റ്? ഞാൻ പറഞ്ഞല്ലോ CVനെ F/2R എന്ന് എഴുതാം. Therefore F/2 NR ഡെൽറ്റ ടി. ഓക്കെ, ഈ NR ഡെൽറ്റ ടി എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലായോ? NR ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ഡെൽറ്റ PV ആണ്. PV ഈസ് ഈക്വൽ ടു NRT ആണല്ലോ. അപ്പം NR ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ഡെൽറ്റ PV എന്ന് എഴുതാം. Therefore F/2 ഡെൽറ്റ ഓഫ് P ഇൻറ്റു V. PVയിൽ വന്ന ചേഞ്ച്. ഈ PVയിൽ വന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു F/2 P2V2 ഫൈനൽ വോളിയം ഫൈനൽ പ്രഷറിൻ്റെ പ്രോഡക്റ്റ് മൈനസ് ഇനീഷ്യൽ പ്രഷർ ഇൻറ്റു ഇനീഷ്യൽ വോളിയത്തിൻ്റെ പ്രോഡക്റ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെയുണ്ട്? P1 ഉണ്ട്, ശ്രദ്ധിക്കുക, ഇവിടെ P1 ഉണ്ട്, P2 ഉണ്ട്, V1 ഉണ്ട്. V2 ഇല്ല, V2 കണ്ടുപിടിക്കണം. ഇവിടെ V2 കണ്ടുപിടിച്ചിട്ടേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് എന്ത് പ്രോസസ്സാണ്? എന്ത് പ്രോസസ്സാണെന്ന് ചോദിച്ചാൽ അഡിയബാറ്റിക് പ്രോസസ്സാണ്. അപ്പോൾ PV റിലേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. യു മസ്റ്റ് നോ V to the power ഗാമ എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ P1/P2 എന്ന് പറയുന്നത് എന്തായിരിക്കും? V2/V1 V2 ഡിവൈഡഡ് ബൈ V1 to the power വാട്ട്? ഗാമ ആയിരിക്കും. ഇനി ഞാൻ ഇത് ഓരോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. P1 എനിക്ക് തന്നിട്ടുണ്ട്, 2 എന്ന് തന്നിട്ടുണ്ട്. P2 എനിക്കറിയില്ല, P2 അതുപോലെ എഴുതി. V2 എത്രയാ? V/8. V1 എത്രയാ? V1 ഈസ് നത്തിങ് ബട്ട് V itself. ഓക്കെ, ദാറ്റ് ടു ദ പവർ ഗാമ. ഗാമ അറിയാമല്ലോ നിങ്ങൾക്ക്. ഗാമ എങ്ങനെ അറിയില്ലെങ്കിൽ 1 + F/2, 2/F, F/2 അല്ല 2/F. ഡിഗ്രി ഓഫ് ഫ്രീഡം F ആണെങ്കിൽ ദിസ് ഈസ് ഗാമ. ഓക്കെ,
ഇത് മോണോ ആറ്റോമിക് ഗ്യാസ് ആണ്, ഡിഗ്രി ഓഫ് ഫ്രീഡം 3 ആണ്. അപ്പോൾ 5/3 എന്ന് വന്നു. ഗാമ ഈസ് ഈക്വൽ ടു 5/3. അപ്പം 8ന്റെ ഫിഫ്ത്ത് 2/P2 ഈസ് ഈക്വൽ ടു വാട്ട് യു വിൽ ഗെറ്റ് 1/32 എന്ന് വന്നു. P2 ഈസ് ഈക്വൽ ടു 64. ഓക്കെ, P2 നമുക്ക് 64 ആണ് കിട്ടിയിട്ടുള്ളത്. ഇനിയും വീണ്ടും ഞാനിത് സബ്സ്റ്റിറ്റ്യൂഷനിലേക്ക് പോവാണ്. ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു എഫ് ഈസ് നത്തിങ് ബട്ട് ഡിഗ്രി ഓഫ് ഫ്രീഡം 3/2. P2 എത്രയായിരുന്നു? 64. V2 എത്രയായിരുന്നു? V2 ഈസ് ഈക്വൽ ടു V/8. V എത്രയാണ്? ആക്ച്വലി 1/3 ആണ്. V/8 എന്ന് പറഞ്ഞാൽ 1/3 ഓഫ് 18. 18 into 1/3 ദാറ്റ് ഈസ് 24. 1/24 മൈനസ് P1 എത്രയാണ്? 2. ആൻഡ് what V1 ഈസ് ഈക്വൽ ടു 1/3. സോ ഇവിടെ ഇത് പോയി. 2 3 പോയി. ഇവിടെ നമുക്ക് 3 കൊണ്ട് 8, ഇത് 32, സോറി വെയിറ്റ്, 8 64 മൈനസ് 1 അല്ലേ? വാട്ട് യു ആർ ഗോയിങ് ടു ഗെറ്റ് ഈസ് 4 മൈനസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു 3 കിലോ ജൂൾ. എന്തുകൊണ്ടാണ് കിലോ ജൂൾ വന്നതെന്ന് മനസ്സിലായോ? ഞാൻ ഈ പ്രഷർ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത് കിലോ പാസ്കലിലാണ്. നോക്കൂ, കിലോ പാസ്കലിലാണ്. ഇതും കിലോ പാസ്കലിലാണ്, ഇതും കിലോ പാസ്കലിലാണ്. അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ കിലോ ജൂളിലായിരിക്കും. ഓക്കെ, ഇനി അടുത്തതിലേക്ക് നമുക്ക് പോവാം. എന്താണ് അടുത്തത് പറയുന്നത്? നോക്കൂ, 3 moles of diatomic gas whose molecule can vibrate is given 9 joule of heat and undergoes isobaric expansion. എന്ത് എക്സ്പാൻഷൻ നോക്കൂ? ഐസോബറിക് എക്സ്പാൻഷൻ. ഹീറ്റ് ഗിവൺ തന്നിട്ടുണ്ട്, നമുക്ക് ഇൻറ്റേർണൽ എനർജിയുടെ ചേഞ്ച് കണ്ടുപിടിക്കണം. ഓക്കെ, വാട്ട് ഈസ് ഹീറ്റ് സപ്ലൈഡ് ഇൻ isobaric process? NCP delta T. You know that. What is change in internal energy? Delta U. NCV delta T. ഈ ഹീറ്റ് ഗിവൺ 9 കിലോ ജൂൾ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു CP/CV. വാട്ട് ഈസ് ദാറ്റ്? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഗാമ. ഇനി ഗാമ എന്താണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം 1 + 2/F ആണ് ഡിഗ്രി ഓഫ് ഫ്രീഡം അല്ലേ? ആലോചിച്ച് നോക്കൂ. ഇത് നോക്കൂ, ഡയാറ്റോമിക് ഐഡിയൽ ഗ്യാസ് വിച്ച് ക്യാൻ വൈബ്രേറ്റ് എന്നാണ് പറഞ്ഞത്. വൈബ്രേറ്റ്, ടേക്ക് കെയർ ഓഫ് ദാറ്റ്, വിച്ച് ക്യാൻ വൈബ്രേറ്റ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് നോട്ട് റിജിഡ് അല്ല എങ്കിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയുണ്ടാവും? 7 ആയിരിക്കും. ഓക്കെ, 3 ട്രാൻസ്ലേഷൻ, 2 റൊട്ടേഷണൽ, 3 ട്രാൻസ്ലേഷൻ ആൻഡ് 2 വൈബ്രേഷൻ. അങ്ങനെ മൊത്തത്തിൽ 3 2 5 2 7. ഓക്കെ, അപ്പോൾ ഗാമ ഈസ് ഈക്വൽ ടു 1 + 2/7. വാട്ട് യു വിൽ ഗെറ്റ്? ഗാമ ഈസ് ഈക്വൽ ടു 9/7. ഓക്കെ, അപ്പോൾ ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഗാമ. ഡെൽറ്റ ക്യൂ 9 ആണെന്നുണ്ട്, ഗാമ 9/7 ആണെന്നുണ്ട്. Therefore ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു 7 കിലോ ജൂൾ എന്ന് കിട്ടി. കിലോ ജൂൾ, ബിക്കോസ് ദിസ് 9 ഈസ് ഗിവൺ ഇൻ കിലോ ജൂൾ. Therefore your answer will also be in കിലോ ജൂൾ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഫില്ല് ചെയ്യുക? നമ്മൾ എന്തൊക്കെയായിരുന്നു കണ്ടു നമ്മൾ ചെയ്തത്? ആദ്യത്തേത് നമുക്ക് എത്രയായിരുന്നു കിട്ടിയത്? ആദ്യത്തേത് 2 ജൂൾ എന്ന് കിട്ടി. രണ്ടാമത്തേത് എത്രയായിരുന്നു കിട്ടിയത്? 6. രണ്ടാമത്തേത് 4 ആണെന്ന് തോന്നുന്നു, 4. മൂന്നാമത്തേത് എത്രയാണ് കിട്ടിയത്? T. മൂന്നാമത്തേത് നമുക്ക് 3 ജൂൾ എന്ന് കിട്ടി. നാലാമത്തേത് നമുക്ക് എത്രയാണ്? 7 എന്ന് കിട്ടി അല്ലേ? 7Q. അപ്പോൾ PRTQ. കറക്റ്റ് ഓപ്ഷൻ C ആണ്. ഇനിയും ലാസ്റ്റ് ക്വസ്റ്റ്യൻ 18th ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഒന്ന് വായിക്കാം, ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ലിസ്റ്റ് 1 contains 4 combination of 2 lenses 1 and 2 whose focal length in centimeter are indicated in the figure. Okay. In all cases the object is placed 20 centimeter from the first lens to the left and the distance between the 2 lenses is 5 centimeter. List 2 contains the position of the final image. ഇവിടെ ഒരു 4 ഓറിയൻറ്റേഷൻസ്, 2 ലെൻസാണുള്ളത്. ആ ലെൻസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഫിക്സഡ് ആണ്, 5 സെൻറ്റിമീറ്റർ ആണ്. ഒരു ഒബ്ജക്റ്റ് 20 സെൻറ്റിമീറ്റർ ഫസ്റ്റ് ലെൻസിൻ്റെ മുമ്പിൽ വെച്ചേക്കുക. അങ്ങനെ ഒരു 4 പൊസിഷൻസുകൾ കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഈ 4 കേസിലും ഫൈനൽ ഇമേജ് എവിടെയാണ് ഉണ്ടാകുന്നതെന്ന് കണ്ടുപിടിക്കണം വിത്ത് റെസ്പെക്ട് ടു സെക്കൻഡ് ലെൻസ്.
ഈ സെക്കൻഡ് ലെൻസിൽ നിന്ന് എത്ര അകലെയാണ് ഫൈനൽ ഇമേജ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അതിനെന്താ 2 തവണ ലെൻസ് ഇക്വേഷൻ തിൻ ലെൻസ് ഫോർമുല അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഇറ്റ് ഈസ് സോ സിമ്പിൾ. നോക്കിയ കുട്ടികളെ, ചില കേസിൽ നമ്മൾ ലെൻസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാതെ തന്നെ നമുക്ക് ഇമേജ് എവിടെയാണ് ഉണ്ടാകുന്നതെന്ന് പറയാം. ഇത് കണ്ടോ, ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് എത്രയാണ്? 20 ദൂരത്താണ് വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ 2f ഡിസ്റ്റൻസിലാണ് ഒബ്ജക്റ്റ് വെച്ചേക്കുന്നത്. അപ്പോൾ കോഞ്ചുഗേറ്റ് ഫോഴ്സിയുടെ കോൺസെപ്റ്റ് നിങ്ങൾക്കറിയാമല്ലോ. അപ്പം ഇമേജ് എവിടെ ഉണ്ടാവും? ഈ ഫസ്റ്റ് ലെൻസ് ഉണ്ടാക്കുന്ന ഇമേജ് ഉണ്ടല്ലോ, ഈ ഇമേജ് 2f ഡിസ്റ്റൻസിലായിരിക്കും എന്ന് പറഞ്ഞാൽ ഇത് 20യിലായിരിക്കും. അപ്പം ഫോർ ഫസ്റ്റ് ലെൻസ് ലെറ്റ് മീ റൈറ്റ് ഫോർ ലെൻസ് 1 ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും ഇമേജ് ഡിസ്റ്റൻസും എനിക്കറിയാം. ഇമേജ് ഡിസ്റ്റൻസ് ക്വസ്റ്റ്യനിലുണ്ട് -20. തിങ്ക് ദാറ്റ് ടു ബി വാട്ട്? 2f. ഡോണ്ട് ഫർഗെറ്റ് ദാറ്റ്. ദെയർഫോർ അതുണ്ടാക്കുന്ന ഇമേജ് എവിടെയാണ്? +20 ദ അതർ സൈഡ്, അതും 2f ഡിസ്റ്റൻസിലാണ്. അതുകൊണ്ടാണ് 2fനെ കോഞ്ചുഗേറ്റ് ഫോഴ്സ് എന്ന് പറയുക. അപ്പം u2 എത്രയാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? u2 എന്ന് പറയുന്നത് ഈ രണ്ടാമത്തെ ലെൻസിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ലെൻസ് ഉണ്ടാക്കിയ ഇമേജാണ് രണ്ടാമത്തെ ലെൻസിന് ഒബ്ജക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. ഈ ഡിസ്റ്റൻസ് എത്ര? ഈ ഡിസ്റ്റൻസ് വളരെ സിമ്പിളാണ്. ഇവിടുന്ന് ഇവിടെ വരെ 20, ഇത് 5 പോയാൽ 15. +15 ആണോ -15 ആണോ? +15 ഡ്യൂ ടു ഇറ്റ് ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇൻസിഡൻറ്റ് റേ. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് ലെൻസിൽ എന്ത് ചെയ്യാം? ലെൻസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ഫോർ ലെൻസ് 2, വാട്ട് ഈസ് ദ ലെൻസ് ഇക്വേഷൻ? 1/v2 minus 1/u2 ഈസ് ഈക്വൽ ടു 1/f2. സെക്കൻഡ് ലെൻസിലായതുകൊണ്ട് 2 എഴുതി ഞാൻ. 1/v2 നമുക്കറിയില്ല, v2 മൈനസ് അതുപോലെ സ്റ്റേ ചെയ്യും 1/15 ഈസ് ഈക്വൽ ടു 1/f2. വാട്ട് ഈസ് ദാറ്റ്? 1/15. അപ്പോൾ ഇത് അപ്പുറം പോവും. 1/v2 എത്ര വരും? 1/v2 ഈസ് ഈക്വൽ ടു 2/15 വരും. 2/15. അതിൽ നിന്ന് v2 ഈസ് ഈക്വൽ ടു 7.5 സെൻറ്റിമീറ്റർ ടു ദ റൈറ്റ്. പോസിറ്റീവ് അല്ലേ കിട്ടിയേ? അപ്പോൾ ഫൈനൽ ഇമേജ് 7/2. ഈ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, 7/2 എവേ ഫ്രം ദ സെക്കൻഡ് ലെൻസിൽ നിന്ന് 7/2 ടു ദ റൈറ്റ്. ഓക്കെ, ഇനി അടുത്തതിലേക്ക് നമുക്ക് പോവാം. അടുത്തതിലേക്ക് നമുക്ക് പോവാം. അത് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെയാണ്. ഈ ലെൻസിൽ നിന്ന് 20 അകലെയാണ്. അതുകൊണ്ട് ഇമേജും 20 അകലെയായിരിക്കും ഉണ്ടാകുക. ഓക്കെ, 20 അകലെയായിരിക്കും ഉണ്ടാകുക. അപ്പോൾ സെക്കൻഡ് ലെൻസിന് മാത്രം നമ്മൾ മിറർ ഇക്വേഷൻ ലെൻസ് ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി, ഈ ലെൻസിന് മാത്രം. ഓക്കെ, അപ്പോൾ ലെറ്റ് മീ ഫോർ ലെൻസ് 2, രണ്ടാമത്തെ ലെൻസിൻ്റെ കേസ് നിങ്ങൾ നോക്കൂ കുട്ടികളെ. 1/v2 മൈനസ് വാട്ട്? 1/u2 ഈസ് ഈക്വൽ ടു 1/f2. കെയർഫുള്ളി ലെറ്റ് us substitute. 1/v2 അറിയില്ല, v2 മൈനസ് 1/u2. u2 എത്രയാണെന്ന് അറിയാലോ? 15. 1/15 ഈസ് ഈക്വൽ ടു 1/f2. f2 എത്രയാ? -10 ആണ്. അപ്പം -10. ലെറ്റ് ഇറ്റ് ഗോ ദ അതർ സൈഡ്. 1/v2 വിൽ ബി ഈക്വൽ ടു 1/15 മൈനസ് 1/10. നമുക്ക് LCM 30 എടുക്കാം. 30. അപ്പോൾ 15. 2 - 3 അല്ലേ? കറക്റ്റ് ആണോ? യെസ്. 2 - 3 -1 എന്ന് പറഞ്ഞു. -1. ഇതിൽ നിന്ന് എന്ത് കിട്ടി നമുക്ക്? v2 ഈസ് ഈക്വൽ ടു -30 സെൻറ്റിമീറ്റർ. അപ്പോൾ എങ്ങനെ പറയണം? ഫൈനൽ ഇമേജ് ഈസ് ഫോംഡ് ടു ദ ലെഫ്റ്റ് ഓഫ് സെക്കൻഡ് ലെൻസ്. ഈ സെക്കൻഡ് ലെൻസിൽ നിന്ന് 30 സെൻറ്റിമീറ്റർ ടു ദ ലെഫ്റ്റ്, ഈ സൈഡിലായിരിക്കും ഉണ്ടാകുക. ടു ദ ലെഫ്റ്റ് ബിക്കോസ് ദർ ഈസ് എ മൈനസ് സൈൻ. യു നോ ദ സൈൻ കൺവെൻഷൻ. ഐ ഡോണ്ട് ഹാവ് ടു എക്സ്പ്ലെയിൻ മോർ. ഇനി അടുത്തത് നോക്കാം. അടുത്തത് ഇതുപോലെ തന്നെ. ഫസ്റ്റ് ലെൻസിൻ്റെ സിറ്റുവേഷൻ സെയിം ആണ്, മാറിയിട്ടില്ല. സെക്കൻഡ് ലെൻസിന് മാത്രം നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്താൽ മതി. ഫോർ ലെൻസ് 2, how will you apply the formula? 1/v2 minus 1/u2 is equal to 1/f2. 1/v2 അറിയില്ല, minus 1/15 is equal to minus 1/20. Let it go the other side. 1/v2 is equal to 1/15 minus 1/20. LCM എടുക്കാൻ നമുക്ക്. LCM 60 എടുക്കേണ്ടി വരും. ഇത് 4 - 3 1. ഓക്കെ, ശരിയല്ലേ? കറക്റ്റ്. അപ്പോൾ v2 ഇവിടുന്ന് കിട്ടിയല്ലോ. വാട്ട് ഈസ് v2? v2 ഈസ് ഈക്വൽ ടു ഹൗ മച്ച് ഇറ്റ് ഈസ്? 60 + 60. പ്ലസ് മീൻസ് ടു ദ റൈറ്റ്. ഓക്കെ, ടു ദ റൈറ്റ് ഓഫ് ദിസ് ലെൻസ്. ടു ദ റൈറ്റ്. ഹൗ മെനി സെൻറ്റിമീറ്റർ അവേ? 60 സെൻറ്റിമീറ്റർ അവേ. ഇനി അടുത്തത് നോക്കൂ. അടുത്തത് ശ്രദ്ധിക്കണം. നോക്കൂ,
ഇതെന്ത് ലെൻസാണെന്ന് നിങ്ങൾ നോക്കൂ. ഇറ്റ് ഇസ് നോട്ട് കോൺവെക്സ് ലെൻസ്. കോൺവെക്സ് ലെൻസ് ആണെങ്കിലാണ് 20 തന്നെ ഉണ്ടാകും. ഇത് കോൺകേവ് ആണ് അല്ലേ? അപ്പോൾ ഇതിന് ഫസ്റ്റ് ലെൻസിന് നമ്മൾ അപ്ലൈ ചെയ്ത് ഇതിൻ്റെ ഇമേജ് ഫോർമേഷൻ എവിടെയാണ് എന്ന് കണ്ടുപിടിക്കണം നമ്മൾ. അപ്പം 2 തവണ ലെൻസ് തിൻ ലെൻസ് ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരും. നോക്കൂ, ഫോർ ലെൻസ് 1 I am going to apply 1 by, my formula is this, 1 by V1 minus 1 by V2 U2 is equal to 1 by F2. Applied for F2 അല്ല F1 because it is being applied for the first lens. V1 അറിയില്ല, therefore 1 by V1 is written as like that. Then minus of minus plus I, അങ്ങനെ എത്രയാ 1 by 20 is equal to minus 1 by 20. ഇതുകൂടെ അപ്ലൈ പോവും. അങ്ങനെ V1 എത്ര കിട്ടും? V1 is equal to minus 1 by 10 എന്ന് വരും, minus 1 by 10. Therefore V1 is equal to minus 10 എന്ന് വന്നു. minus 10 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എക്സാക്ട്ലി നടുക്ക് ഇവിടെയായിരിക്കും എന്തുണ്ടാകുക? ഇമേജ് ഉണ്ടാകുക. ഓക്കെ, ഫസ്റ്റ് ഇമേജ് ഉണ്ടാകുക. ഇനി സെക്കൻഡ് ലെൻസിൽ നിന്ന് ഞാൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ സെക്കൻഡ് ലെൻസിൽ നിന്ന് എത്ര അകലെയാണ് ഈ ഒബ്ജക്റ്റ് ഉള്ളത്? ഇതിപ്പോൾ ഒബ്ജക്റ്റായിട്ട് വർക്ക് ചെയ്യും അല്ലേ? എത്ര അകലെയാണ്? 5 plus 10 15 അല്ലേ? അപ്പോൾ ലെറ്റ് us apply for lens 2. For lens 2, let me apply 1 divided by V2 minus 1 divided by U2 is equal to what? 1 by F2. 1 by V2 അറിയില്ല. V2 is written as it is minus of minus plus I. Okay, minus of minus plus I എത്രയാ? 15. 1 by 15 is equal to 1 divided by 10. ഇതിൻ്റെ focal length 10 ആണ്. When it goes the other side, what you will get? Let us continue here. 1 by V2 is equal to what you will get? 1 by 10 minus 1 by 15. നമുക്ക് LCM എടുക്കാം. 30 LCM എടുക്കുകയാണെങ്കിൽ 3 minus 2 1 എന്ന് വന്നു അല്ലേ? Therefore V2 is equal to 30. അപ്പോൾ 30 centimeter away from the second lens to the right of second lens. അപ്പോൾ നമുക്കിത് ഫില്ല് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പണി കഴിഞ്ഞു. എന്തായിരുന്നു നോക്കിക്കേ? ഫസ്റ്റ് 1 നമുക്ക് കിട്ടിയത് എന്തായിരുന്നു? ഞാൻ മറന്നുപോയി, നിങ്ങളോട് ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഫസ്റ്റ് 1 നമുക്ക് കിട്ടിയത് 7.5 ഇതായിരുന്നു നമുക്ക് കിട്ടിയത്. സെക്കൻഡ് 1 നമുക്ക് കിട്ടിയത്, സെക്കൻഡ് 1 ഫൈനൽ ഇമേജ് ഈസ് 30 centimeter ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദിസ്. തേർഡ് 1 നമുക്ക് കിട്ടിയത് ഫൈനൽ ഇമേജ് ഈസ് 60 centimeter ടു ദ റൈറ്റ്. ഇതായിരുന്നു കിട്ടിയത് അല്ലേ? ഫോർത്ത് 1 നമുക്ക് കിട്ടിയത് എന്തായിരുന്നു? ഫൈനൽ ഇമേജ് ഈസ് 30 centimeter ഓൺ ദ റൈറ്റ് സൈഡ്. ദിസ് ഈസ് വാട്ട് വി ഗോട്ട്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻസ് അല്ലെങ്കിൽ നിങ്ങൾ മാർക്ക് ചെയ്യേണ്ട ഓപ്ഷൻ എ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 2022 JEE അഡ്വാൻസിൻ്റെ പേപ്പർ 1ൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. മറ്റ് 2, ഇത് സെക്ഷൻ 3 ആണ് നമ്മൾ ചെയ്തത് അല്ലേ? മറ്റ് 2 സെക്ഷനുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ അവൈലബിൾ ആണ്. സെക്ഷൻ 1ൻ്റെയും സെക്ഷൻ 2ൻ്റെയും ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. യു ക്യാൻ യൂസ് ദാറ്റ് ഓൾസോ. താങ്ക് യു ഫോർ വാച്ചിങ്.